എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം 2025 മസ്റ്ററിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെല്ലാം തന്നെ എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യമാണ് മസ്റ്ററിംഗ്. ഇനി 2 മാസം മാത്രമാണ് മസ്റ്ററിങ്ങിന് കാലാവധി ഉള്ളത്. എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ സർക്കാർ പറയുന്നത്. പക്ഷേ ആ സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നത് നാം കാണാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വരുന്നതും കാണാറുണ്ട്. ആധാറിലെ പ്രശ്നങ്ങൾ, സൈറ്റിലെ പ്രശ്നങ്ങൾ, നമ്മൾ ആധാറിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ആധാർ അധിഷ്ഠിതമായിട്ടാണ് മസ്റ്ററിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് മസ്റ്ററിങ്ങിനെ ബാധിക്കുന്നതാണ്. ആധാർ കാർഡിൽ ഒരു തെറ്റുമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആധാർ കാർഡ് കൃത്യസമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ആധാറിലെ ഫോൺ നമ്പർ, ആധാറിലെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നമ്മൾ പെൻഷൻ ഐ ഡിയിൽ കൊടുത്ത കാര്യങ്ങളുമായി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം എത്രയും പെട്ടെന്ന് തന്നെ ആധാറിലെ കാര്യങ്ങൾ തിരുത്തുവാനുള്ള അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നൽകേണ്ടതാണ്. ഇപ്പോൾ തിരക്ക് കുറവുള്ള സമയമാണ്. ഇനി അങ്ങോട്ട് അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും. 10ാം ക്ലാസ് റിസൾട്ട്, +2 റിസൾട്ട്, +1 ഡിഗ്രി അഡ്മിഷൻ, അതുപോലെ തന്നെ മറ്റ് സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നല്ല തിരക്കായിരിക്കും. അതിനു മുൻപായിട്ട് തന്നെ മുഴുവൻ ആളുകളും, പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ആധാർ കാർഡിലെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വയ്ക്കേണ്ടതാണ്. ആധാറിലെ ഫോട്ടോ ഏറ്റവും പുതിയതാണെന്ന് ഉറപ്പുവരുത്തുക. ആധാറിലെ പേര് നമ്മൾ പെൻഷൻ ഐ ഡിയിൽ കൊടുത്തതുപോലെ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. ആധാറിലെ ഫോൺ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്നും ഉറപ്പുവരുത്തുക. പല ആളുകളുടെയും ഫോൺ നമ്പർ ഒരുപാട് മുൻപുള്ളതായിരിക്കാം. അതിനുശേഷം ആ സിം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സിമ്മിലുള്ള ആൾ വിദേശത്ത് പോവുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയെല്ലാം നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ആധാറിലെ മൊബൈൽ നമ്പരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആധാറിലെ മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചു കഴിഞ്ഞാൽ നമുക്ക് മസ്റ്ററിംഗ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. ആളുകൾ ഒരുപാട് പ്രാവശ്യം അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തി മസ്റ്ററിംഗ് സംബന്ധമായിട്ട് നടക്കുന്നതിനാലും നമുക്ക് മുകളിൽ പറഞ്ഞ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിനാലും അക്ഷയ കേന്ദ്രങ്ങൾ നമുക്ക് തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് അപ്രൂവൽ ചെയ്ത് ആധാറുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓഡിറ്റ് നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ പുറത്തായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പെൻഷൻ പോർട്ടൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോഴും പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. എന്തെങ്കിലും കാരണത്താൽ പെൻഷൻ മുടങ്ങിയ ആളുകളാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ അവർക്ക് മുടങ്ങിയതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പലർക്കും ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത്. അതിനു മുമ്പ് നമുക്ക് അപ്പീൽ നൽകുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീടും വലിപ്പവും കൂടിയതുകൊണ്ട് അല്ലെങ്കിൽ വാഹനമുള്ളത് കൊണ്ട് എന്നെല്ലാം പറഞ്ഞ് നമുക്ക് അപ്പീൽ നൽകുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെൻഷൻ പോർട്ടൽ ഒന്ന് ചെക്ക് ചെയ്ത് കാരണം എന്താണെന്ന് ഒന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വാർഡ് മെമ്പറെ സമീപിച്ചാലും ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.